കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം കൂടിയ അവതാരങ്ങൾക്കെതിരെ തുറന്നടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത മനസ്സിലാക്കിയാണ് അവതാരങ്ങൾ നേതാക്കൾക്കൊപ്പം കൂടിയത്. കോൺഗ്രസിനെ നശിപ്പിക്കുക എന്നതാണ് അവരുടെ അവതാര ലക്ഷ്യം. അവതാരങ്ങൾക്കെതിരെ തന്നെപ്പോലുള്ളവർ ശക്തമായി പ്രതികരിക്കും. UDF സർക്കാർ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി കുറേ അവതാരങ്ങൾ ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഓരോ നേതാക്കന്മാരോടൊപ്പം കുറേ അവതാരങ്ങൾ കൂടിയിട്ടുണ്ട്. അവർക്കൊക്കെ അവതാര ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ആ അവതാരങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കാൻ എന്നെപ്പോൾ ആളുകളുണ്ടാവും. കോൺഗ്രസിനകത്ത് നിന്ന് ചില കീടങ്ങൾക്കെതിരെ ഞാൻ പോരാടും. അതിന് പേർക്കും. സരീഷ് PK വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. എങ്ങോട്ടാണ് ഉണ്ണിത്താന്റെ ഒളിയമ്പ്? എല്ലാ കാലത്തും കോൺഗ്രസിനുള്ളിലെ ചില നീക്കുപോക്കുകൾക്കെതിരെ, അല്ലെങ്കിൽ ഉണ്ണിത്താന്റെ ഭാഷയിൽ പറഞ്ഞാൽ കീടങ്ങൾക്കെതിരെ വലിയ നിലപാടെടുത്ത വ്യക്തിയാണ് ഉണ്ണിത്താൻ. കൃത്യമായി ഇത്തവണയും അത്തരത്തിലുള്ള ആവർത്തനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉണ്ണിത്താനും അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ചിലർ കൊഴിഞ്ഞു പോവുകയും പാർട്ടിയോട് വിട പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പമാണ് ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നു, മറുഭാഗത്ത് ചില നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ VD സതീശന് അനുകൂലമായി എത്തുന്നു. അങ്ങനെ ഓരോ നേതാക്കളെയും പിന്തുണയ്ക്കുകയും അതോടൊപ്പം തന്നെ അവരെ പുകഴ്ത്തുകയും ചെയ്യുന്ന പ്രാദേശിക നേതാക്കളും KPCC DCC ഭാരവാഹികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരക്കാരെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ണിത്താൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഓരോ നേതാക്കൾക്ക് പിന്നിലും ഓരോ അവതാരങ്ങളുണ്ട് എന്നുള്ളതാണ്. കാരണം ഒന്നോ രണ്ടോ നേതാക്കന്മാരെ അല്ല, എല്ലാ നേതാക്കന്മാരെയും മുതിർന്ന നേതാക്കളെയും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ണിത്താൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് അവർക്കെല്ലാം ഓരോ അവതാര ലക്ഷ്യങ്ങളുണ്ട്. ആ അവതാര ലക്ഷ്യങ്ങൾ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് പിന്നിൽ പോലും ഓരോ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം സുധാകരൻ ഉൾപ്പെടെയുള്ളവർ വലിയ വിവാദമായിരുന്നു. സുധാകരൻ്റെ അനുയായിയായ ഒരാൾ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചിത്രം പകർത്തുകയും അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാവുകയും കോൺഗ്രസിനെതിരെ പോലും, അതായത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോലും വലിയ വിമർശനം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനെയും ഈ ഉയർത്തിക്കാട്ടി അവരാകണം മുഖ്യമന്ത്രി എന്ന് പല ബ്രാഞ്ച് കമ്മിറ്റികളും പല പ്രാദേശിക നേതാക്കളും DCC ഭാരവാഹികളും പോലും പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം KPCC സെക്രട്ടറി വിനോദ് കൃഷ്ണ പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയും ഈ CPIM-ന്റെ തുടർഭരണം ഉണ്ടാകണം എന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പിണറായി 3.0 എന്ന നിലപാടിലേക്ക് എത്താൻ ആളുകൾ വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വിനോദ് കൃഷ്ണയെ പോലും പരസ്യമായി പിന്തുണയ്ക്കുന്ന ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ സ്പോൺസർ ചെയ്തത് ആരാണ്? നേരത്തെ തന്നെ വിനോദ് കൃഷ്ണയെ പാർട്ടിയിലേക്ക് എടുക്കുകയും ഈ ഇത്തരത്തിൽ സ്ഥാനം നൽകുക, അദ്ദേഹം KPCC സെക്രട്ടറി ആയിരുന്നു, ആ സ്ഥാനം നൽകുമ്പോൾ താൻ എതിർത്തതാണ് എന്ന് കൃത്യമായി ഉണ്ണിത്താൻ പറയുന്നു. ഇവരൊക്കെ സ്പോൺസർ ചെയ്യുന്ന നേതാക്കൾ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം കോൺഗ്രസിനെ വളർത്തുക എന്നുള്ളതല്ല, തളർത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഭരണം പിടിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലായി പാർട്ടിയിൽ ശക്തി പ്രാപിക്കുന്നുണ്ട് എന്നുകൂടി ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരട്ടെ, ആ വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ താൻ വെളിപ്പെടുത്തും, അതുവരെ താൽക്കാലികമായി മൗനം പാലിക്കുകയാണ് എന്നുകൂടി ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നു. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും ശക്തമായ പ്രതികരണം ഉണ്ണിത്താൻ നടത്തിയിരുന്നു. രാഹുലിന്റെ അറസ്റ്റ്. അപ്പം രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കേട്ടത്.